48 പവനായിട്ട് നഷ്ടമായിരിക്കും. 48 1 2 അല്ല. എൻ്റെ മക്കളെ കുഞ്ഞി പൊട്ടുപൊടി എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. എൻ്റെ കല്യാണത്തിന് 38 സ്വർണ്ണം തന്നിട്ടുണ്ട്. ഞാൻ പ്രിൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ബാക്കി എൻ്റെ മക്കളെ ഇങ്ങോട്ട് ചരടുകെട്ട് കാര്യങ്ങൾ എല്ലാം കിട്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് ഇതിനുള്ള നീതി വേണം. ഞാൻ 3 ദിവസം ഈ ബാങ്കിൽ കയറി ഇറങ്ങും. ഇവരെനിക്ക് ഇന്ന് ബോർഡ് മീറ്റിംഗ്, നാളെ ബോർഡ് മീറ്റിംഗ് എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ഞാൻ മെനങ്ങാന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് പോലീസുകാർ പോലും ഇവിടെ വന്നത്. സാർ അവിടെ ബാങ്കിൻ്റെ കുറേ റൂൾസ് പറഞ്ഞു. അപ്പോൾ സാറ് പറയുന്ന കേട്ടിട്ട് ശരിക്കും ഇത് നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഞാനെന്ന് ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. ഞാനിപ്പോൾ സാറിനോട് ചോദിച്ചു, സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് സാറിനോട് ചോദിച്ചു. എൻ്റെ വിഷമം കൂടി സാറിനോട് ചോദിച്ചത്. സാറ് ബാങ്കിൻ്റെ റൂൾസ് പറഞ്ഞു. ഹസ്ബൻഡ് പുറത്തായിരുന്നു, ഇപ്പോൾ പുള്ളി നാട്ടിലുണ്ട്. പുള്ളി കൊട്ടി തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനൊരു ടൈൽസിൻ്റെ ഷോപ്പിൽ തരത്തിൽ വർക്ക് ചെയ്യും. കൊല്ലം പേരൂർ സഹകരണ ബാങ്കിലെ ലോക്കറിൽ നിന്ന് സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ ബാങ്കിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. 48 പവൻ സ്വർണം ലോക്കറിൽ നിന്ന് കാണാതായി എന്നാണ് പരാതി. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇതെങ്ങനെ ലോക്കറിൽ നിന്ന് സ്വർണം കാണാതാകുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം? ഈ കുടുംബം എന്താണ് പറയുന്നത്? അമൃത, കഴിഞ്ഞ മാസം 27-ന് ബാങ്കിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ലോക്കറിൽ താൻ സൂക്ഷിക്കാൻ കൊടുത്തിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്നുള്ള വിവരം അത് ഈ പേരൂർ സ്വദേശിയായിട്ടുള്ള ധന്യ സുജിത്തിന് ലഭിക്കുന്നത്. പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ മുന്നിൽ ഇപ്പോൾ ആ കുടുംബം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനുള്ള കാരണം നിരുത്തരവാദിത്തപരമായിട്ടുള്ള മറുപടിയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തേണ്ടി വന്നിരിക്കുന്നത്. എന്താണ് ശരിക്കും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി? ഞാൻ 2-3 വട്ടമായിട്ട് ബാങ്ക് സെക്രട്ടറി എല്ലാം ഞാൻ വന്ന് പേഴ്സണലി കണ്ടു. അപ്പോഴും അവർ പറയുന്ന മറ്റേതെങ്കിലും ലോക്കറിൽ എൻ്റെ ഗോൾഡ് ഇരിപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്ന എല്ലാ വ്യക്തമായ ഒരു മറുപടി എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ അച്ഛൻ ഞാൻ ഈ ബാങ്കിൽ വന്നിരുന്നു. അപ്പോഴും ലോക്കർ കഴിഞ്ഞ വിധു എന്ന് പറഞ്ഞ ചേട്ടൻ പറയുന്നത് 10 ദിവസത്തിന് ഇത് കണ്ടുപിടിക്കും അണ്ണാ എന്ന് പറയുന്നത്. എന്നിട്ടും ഒരു വ്യക്തമായിട്ട് എനിക്കൊരു മറുപടിയില്ല. എനിക്കിത് എന്ന് കിട്ടുമെന്ന് ബാങ്കുകാർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞാൻ എൻ്റെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറയാൻ വഴിയില്ല. എനിക്ക് ആകെയുള്ള സമ്പാദ്യം മൊത്തം ഈ ഗോൾഡാണ്. എൻ്റെ അച്ഛനും അമ്മയും തന്ന സമ്പാദ്യമായാലും എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയായിരുന്നു, പുള്ളി പോയി ഉണ്ടാക്കിയതും എല്ലാം എനിക്ക് ഇതിനകത്ത് ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയായാലും എൻ്റെ മക്കളെ പഠിത്തവും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇതിൻ്റെ പുറത്ത് നടക്കുക. അപ്പോൾ എനിക്ക് നീതി കിട്ടണം. എനിക്ക് വേറെ മാർഗ്ഗമില്ല. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഇതിന് മുമ്പ് ഫൈറ്റ് ചെയ്യാനാണ്. 27-ാം തീയതി ബാങ്കിലേക്ക് വരുമ്പോൾ ലോക്കർ തുറക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ 22-ാം തീയതി ബാങ്കിൽ ഏപ്രിൽ മാസം വന്നായിരുന്നു. അപ്പോൾ സജീവൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു, തന്നെ ലോക്കർ കൈകാര്യം ചെയ്യുന്ന ആളില്ല ഇവിടെ, പുള്ളി ട്രെയിനിങ്ങിന് പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പം സജീവനെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളാണ്. പുള്ളി പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിൽ വന്നപ്പോൾ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്, വിധു ഇല്ലെങ്കിൽ ലോക്കർ കൈകാര്യം ചെയ്യുന്ന ഞാനാണ് സെക്രട്ടറി നിലയിൽ. പക്ഷേ സജീവ് എന്തിന് തന്നെ ഒഴിവാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവർക്ക് പോലും ഒരു വ്യക്തതയില്ല. സജീവണ്ണ അറിയായിരുന്നു ലോക്കർ കൈകാര്യം ചെയ്യുന്ന വിധുവണ്ണൻ ഇല്ലെങ്കിൽ സെക്രട്ടറി അർച്ചന മേഡമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കേസ് ഒരു 10 ദിവസം കഴിഞ്ഞാണ് SP ഓഫീസിൽ ഞാൻ മേഡത്തിന് കണ്ട് മെയ് 6-ാം തീയതിയാണ് എൻ്റെ കേസ് FIR ഇട്ട് അന്വേഷണം നടക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച്. പക്ഷേ എനിക്ക് എന്ന് നീതി കിട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ ഗോൾഡ് എന്ന് തിരിച്ചു വരുമെന്ന് ആർക്കും പറയാറില്ല. നമ്മുടെ 2 പെൺമക്കളടങ്ങുന്ന അമ്മയും ഒക്കെയുള്ള കുടുംബം ഒന്നടങ്കം ഈ ബാങ്കിന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. 48 പവൻ സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത്. 2013 മുതൽ ഈ ലോക്കറിൽ സ്വർണ്ണം സൂക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ 27-ാം തീയതി വരുമ്പോൾ ലോക്കർ തുറക്കാൻ പോലും ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, കീ കാണാനില്ല എന്നുള്ളതാണ് ആദ്യം ലഭിച്ച മറുപടി. പിന്നീട് ലോക്കർ തുറന്നു നോക്കുമ്പോഴാണ് ഈ സ്വർണ്ണം കാണാനില്ല എന്നുള്ള വിവരം ഇവർ അറിയുന്നത്. കിളിവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള മറുപടി സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നില്ല. ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി, എവിടെ പോയി സ്വർണ്ണം, എന്താണ് സ്വർണ്ണത്തിന് സംഭവിച്ചത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള മറുപടി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബം ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. 48 പവൻ സ്വർണ്ണമാണ് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ബാങ്ക് ലോക്കറുകൾ ചൂസ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതകാല സമ്പാദ്യവും കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഭാവിയുടെ പ്രതീക്ഷകളും സുരക്ഷിതമായി സൂക്ഷിക്കാനല്ലേ നമ്മൾ പലപ്പോഴും ബാങ്കിനെ ആശ്രയിക്കാറുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കൊല്ലം ജില്ലയിലെ പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വലിയൊരു ചോദ്യം വരാണ്, ബാങ്ക് ലോക്കറുകളും സുരക്ഷിതല്ലേ? വീട്ടിൽ സുരക്ഷിതമല്ല എന്ന് നമ്മൾ കരുതി ബാങ്ക് ലോക്കറിൽ കൊണ്ടുവെക്കുമ്പോൾ ബാങ്ക് ലോക്കറും സുരക്ഷിതമല്ലാത്തൊരു വളരെ ദുരന്തപൂർണമായ അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ 48 പവൻ സ്വർണമാണ് ഈ പരാതി പറഞ്ഞ സ്ത്രീയുടേത് നഷ്ടപ്പെട്ടത്. ലോക്കറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സ്വർണ്ണമാണ് 2013 കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 13 വർഷം മുമ്പ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും വിവാഹ സമയത്ത് അവരുടെ വീട്ടുകാർ നൽകിയ സ്വർണം മാത്രമല്ല, ഇവരുടെ പാർട്ടീഷൻ, അവരുടെ വീട്ടിലെ പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടുകാർ കുറച്ച് സമ്പത്ത് കൊടുത്തിരുന്നു. അതിന് അവർ സ്വർണം വാങ്ങി വെച്ചിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം, ഇങ്ങനെ എല്ലാം കൂടി ഇവർ ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്ന പോലെ കുറച്ചായി കൂട്ടിവെച്ച് 48 പവൻ 2013 ഏകദേശം 13 വർഷം മുമ്പ് ഇവർ ഈ ബാങ്കിൽ ലോക്കറിൽ വെച്ചതാണ്. 13 വർഷം മുമ്പ് സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 25,000, 20,000 ആ റേഞ്ചിലാണ്. ഇപ്പൊ സ്വർണത്തിന്റെ വില എത്ര? ഇന്നത്തെ വില ഏകദേശം 1.30. എന്ത് സുരക്ഷയാണ് നമുക്കൊക്കെ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ ഉള്ളത് എന്നാണ് നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന ചിന്ത.
ഈ പരാതിപ്പെട്ട സ്ത്രീക്ക് 2 പെൺകുട്ടികളാണ്. ഈ കുട്ടികളെ കല്യാണം കഴിച്ചയക്കണം, അവരുടെ പഠിത്തം നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനുവേണ്ടിയായിരുന്നു ഇവരിത് മാറ്റിവെച്ചത്. ഇപ്പൊ അവര് ഇത് തിരിച്ചെടുക്കാൻ പോയപ്പോൾ ഒരു തരി സ്വർണം പോലും അവര് ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്തതിൽ ബാക്കിയില്ല എന്നാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ സംഗതി എങ്ങനെ പുറത്തായെന്ന് നിങ്ങൾക്കറിയോ? ഇവര് ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുത്ത സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടി ഏപ്രിൽ മാസം ആദ്യം ഈ ബാങ്കിൽ പോയി. അന്ന് അവര് പറഞ്ഞത് ഇവിടെ ലോക്കറിൽ സൂക്ഷിക്കുന്ന ആളില്ല, അയാൾ പലിശ എഴുതാൻ പോയിരുന്നു. ഓക്കെ, പരീക്ഷ എഴുതി വരട്ടെ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ബാങ്കിന്റെ ഭാഗത്തുള്ള മറുപടിയാണിത്. ലോക്കറിന്റെ ആള് പരീക്ഷ എഴുതാൻ പോയി. ഓക്കെ, അതും സഹിക്കാം. ഓക്കെ, സാരല്ല, അതും സഹിക്കാം. എന്നിട്ട് ഇവരോട് ബാങ്ക് അധികൃതർ അന്ന് പറഞ്ഞത് നിങ്ങൾ 10 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്നാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ഇവർ ഒന്നുകൂടി പോകുന്നു. ആ സമയത്ത് ഇവരെ ബാങ്കിന്റെ ലോക്കർ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് ലോക്കർ ചാവിയുമായി ഇവർ ചെല്ലുന്നു. ചെന്ന് ഇവർ ആ ലോക്കർ തുറക്കുന്ന സമയത്ത് ലോക്കർ ഓപ്പൺ ആവുന്നില്ല. രണ്ട് ചാവി, ലോക്കറിന് 2 ചാവി ഉണ്ടാവും. ഒന്ന് ബാങ്കിന്റെ അടുത്തായിരിക്കും, ഒന്ന് ഈ കസ്റ്റമറുടെ കയ്യിലായിരിക്കും. കസ്റ്റമറുടെ കയ്യിലുള്ള ചാവി ഉപയോഗിച്ചിട്ടും ലോക്കർ തുറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവര് താൽക്കാലികമായി പുറത്തിറങ്ങുന്നു. ആ സമയത്ത് ബാങ്കിന്റെ ഭാഗത്തുള്ള മറുപടി ചാവി മാറിപ്പോയെന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാരും ഇവരുടെ പുറകെ പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് ഇവര് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തുപോയ സമയത്ത് ബാങ്കിന്റെ അകത്തു നിന്ന് ആൾ ഇവരെ തേടി വന്നിട്ട് ഇവരോട് പറയാണ് ലോക്കർ തുറന്നിട്ടുണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവര് പുറത്തുപോയ സമയത്ത് ലോക്കർ തുറന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ പാവം പിടിച്ച സ്ത്രീ ലോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. 48 പവൻ സ്വർണം, ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ നൽകിയ 48 പവൻ സ്വർണം ഒരു തരി പോലും ഇല്ലാതെ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇവര് ബാങ്കുകാരോട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. അവര് ഒരു ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഇവർക്ക് നൽകുന്നില്ല. അവര് പറഞ്ഞു അത് അവിടെ അങ്ങനെ ആ ലോക്കർ മാറിപ്പോയിട്ടുണ്ടാവും, ഇത്തരം വരട്ട ന്യായങ്ങൾ പറഞ്ഞ് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ട അവസരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ലോക്കർ മാറിപ്പോയി മറ്റു ലോക്കറിലാണോ സംശയമുണ്ട്, ലോക്കറിന്റെ ചാവി സൂക്ഷിക്കുന്ന ആള് പരീക്ഷയ്ക്ക് പോയിരിക്കണോ സംശയമുണ്ട്. ഇവരുടെയൊക്കെ ഉത്തരവാദിത്ത ബോധം എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവരെ കയ്യിലേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ട് ഏൽപ്പിക്കുന്നത്. എന്തൊരു ദൗർഭാഗ്യകരമായ, എന്തൊരു നിരാശകരമായ കാര്യമാണിത്. ഇത് ഈ ഒരു വീട്ടമ്മയുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇതിനോടകം തന്നെ ഇത്തരം വിഷയങ്ങൾ ബാങ്ക് ലോക്കറിൽ പതിവായി സൂക്ഷിക്കാൻ കൊടുക്കുന്ന സ്വർണം, വിലപിടിപ്പുള്ള രേഖകള്, വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കള്, ഇതിന്റെയൊക്കെ സുരക്ഷയെ പറ്റി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലാണ് ആശങ്ക ഉണ്ടായിരിക്കുന്നത്. മോഷ്ടാക്കൾ വീട്ടിൽ വന്ന് മോഷ്ടിക്കുമോ എന്ന് കരുതി നമ്മൾ ഇതൊക്കെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ കൊടുക്കുന്നു. ആ സമയത്ത് അവിടെ നമ്മൾ വീട്ടിൽ ഭയന്നിരുന്ന മോഷ്ടാക്കളെക്കാൾ മോഷ്ടാക്കളാണുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം, സാധാരണക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ബാങ്കിലെ ലോക്കർ സംവിധാനത്തിൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാര് ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇവിടെ അടിയന്തരമായി വേണ്ടെന്നറിയോ, സുതാര്യമായ ഒരു അന്വേഷണവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ കർശന നടപടിയുമാണ് വേണ്ടത്. എങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്? ലോക്കറിലേക്ക് ആരൊക്കെയാണ് പ്രവേശിച്ചിട്ടുള്ളത്? എവിടെ പോയി? ഇതിന്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്ക് മാത്രമല്ല ഈ സമൂഹത്തിന്റെ മുന്നിലും ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ അടുത്ത കാലത്തല്ലേ തൃശ്ശൂരിലെ ഏതൊരു സ്ഥലത്ത്, സ്ഥലം കൃത്യമായിട്ട് അറിയില്ല, ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നല്ലോ 100 കോടിയുടെ. അതും ഒരു സഹകരണ ബാങ്കായിരുന്നു. കൊല്ലത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു പേരൂർ എന്ന സ്ഥലത്ത്. സഹകരണ ബാങ്കിൽ, അതായത് സാധാരണക്കാരന് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ആവുന്ന സ്ഥാപനങ്ങളാണ് ആ നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക്. അവിടെയാണ് ഇത്തരം ഭയാനകമായ സാഹചര്യമുള്ളത്. നിലവിൽ ധന്യ എന്ന ആ വീട്ടമ്മയും അവരുടെ അമ്മയും അവരുടെ കുട്ടികളും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഈ ബാങ്കിന്റെ മുന്നിൽ നിന്ന് സമരം ചെയ്യുകയാണ്. അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ഏതൊരു അവസരത്തിൽ ഈ പരാതി ബാങ്കിൽ പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരോട് പറഞ്ഞത് കേസ് കൊടുക്കാനാണ്. നിങ്ങൾ നോക്കിയ എന്ത് ധാർഷ്ട്യമാണത്. ഇനി കേസ് കൊടുത്തതെന്ന് നോക്ക്. ഇതൊക്കെ തീരുമാനമാവാൻ എത്ര കാലമാവും? അവരുടെ ജീവിത സമ്പാദ്യത്തിന് വേണ്ടി, അവനവന്റെ സമ്പാദ്യത്തിന് വേണ്ടി അവർ എവിടൊക്കെ കയറണം, ഏതൊക്കെ കോടതി കയറണം, എത്ര സമയമെടുക്കും? ഇതിനൊക്കെ ആര് ചെലവാക്കും? ഇതിനൊക്കെ ആര് മറുപടി പറയും? അവർക്ക് നീതി ലഭിക്കാൻ എത്ര കാലം താമസിക്കേണ്ടി വരും? ധന്യ എന്ന ഈ സ്ത്രീയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രതിഷേധമല്ല, സാധാരണ ജനങ്ങളുടെ സ്വത്തിനു മേലുള്ള സുരക്ഷിതത്തിനായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണ് ധന്യ എന്ന ഈ സഹോദരി. അവരുടെ സമരരീതി, അവരുടെ പോരാട്ടം, അതിനെ നമ്മൾ മാനസികമായി പിന്തുണക്കേണ്ടതുണ്ട്. അത് ധന്യക്കല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നാളെ ഇതൊരു സമയത്ത് ഇത്തരം സാഹചര്യം ഒരു പക്ഷേ നമുക്കും ഉണ്ടായേക്കാം. ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കും ഉണ്ടായേക്കാം.
ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം വിശ്വാസം തകരുമ്പോൾ നഷ്ടപ്പെടുന്നത് ആഭരണങ്ങളോ സ്വർണമോ ഡോക്യുമെന്റുകളോ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളുടെ ബാങ്കിനോടുള്ള അവരുടെ അവിശ്വാസവും സ്വന്തം സ്വത്തിലുള്ള സുരക്ഷിതത്വ ബോധം കൂടിയാണ്. ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ നാട്ടിൽ ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് കൂടിയാണ് ഇത്തരം ചീത്തപ്പേരുകൾ ഉണ്ടാകുന്നത് എന്ന് ഇത്തരക്കാർ മറന്നു പോരുത്. ധന്യാമ്മ സഹോദരിക്ക് ഉടൻ നീതി ലഭിക്കട്ടെ. അവരുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പാദ്യങ്ങളും അവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.